ഇത് ലീനിയർ ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ടിപ്സാണ്. ഇവിടെ രണ്ട് ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. നമുക്കിതിൽ എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എക്സിൻ്റെ ബേസിക് ഫോർമുല എക്സ് ഇസ് ഈക്വൽ ടു b1 c2 മൈനസ് b2 c1 ഡിവൈഡ് ബൈ a1 b2 മൈനസ് a2 b1. ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് എക്സിൻ്റെ ടേം ഹൈഡ് ചെയ്യുക. അപ്പോൾ b1 c2 മൈനസ് b2 c1 അതാണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്റർ കണ്ടുപിടിക്കുക, നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം ഹൈഡ് ചെയ്യുക. അപ്പോൾ a1 b2 മൈനസ് a2 b1. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ ഏതെങ്കിലും ലീനിയർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈയുടെ ടേം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ട്രൈ ചെയ്യാം. ഇതാണ് ലീനിയർ ഇക്വേഷൻസ്. 2x മൈനസ് വൈ ഈക്വൾ ടു -1, 3x പ്ലസ് 2y ഈക്വൾ ടു 9. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി 2x മൈനസ് വൈ പ്ലസ് 1 ഈക്വൾ ടു 0, 3x പ്ലസ് 2y മൈനസ് 9 ഈക്വൾ ടു 0. നമുക്കിനി എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൾ ടു എക്സിൻ്റെ ടേം ഹൈഡ് ചെയ്യുക. അപ്പോൾ -1 ഇൻറ്റു -9 മൈനസ് 1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം ഹൈഡ് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു -1, 3 ഇൻറ്റു -1 ദാറ്റ് ഇസ് ഈക്വൾ ടു 9 മൈനസ് 2 ഡിവൈഡ് ബൈ 4 പ്ലസ് 3 ദാറ്റ് ഈസ് 7/7 ദാറ്റ് ഈസ് ഈക്വൾ ടു 1. എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൾ ടു 1 നേടി. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈ കണ്ടുപിടിക്കാം. ഇതാണ് ഈസി മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റർ ടേം 0 ആവാൻ പാടില്ല. ദാറ്റ് ഈസ് പ്രൊവൈഡഡ് a1 b2 മൈനസ് a2 b1 നോട്ട് ഈക്വൾ ടു 0. ഇതാണ് ഒരു കണ്ടീഷൻ.